ഹലോ സുഹൃത്തുക്കളെ, ബെർലിൻ കുക്ക് ആൻഡ് ഈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്പഗേറ്റി പാസ്തയാണ്. അതിലേക്കായി ഞാൻ ഒരു 500 ഗ്രാം സ്പഗേറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2 കഷ്ണങ്ങളായിട്ട് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്കായിട്ട് സവാള, സ്പ്രിംഗ് ഒനിയൻ, കാരറ്റ്, ഗ്രീൻ ക്യാപ്സിക്കം, ക്യാബേജ്, വെളുത്തുള്ളി, പിന്നെ ചിക്കൻ ബ്രസ്റ്റും സോസേജും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാസ്തയ്ക്ക് വെളിച്ചെണ്ണ ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് വഴറ്റിയിട്ട് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വഴറ്റി കഴിഞ്ഞു. ഇതിലേക്കായി നമ്മൾ അടുത്തതായിട്ട് ക്യാബേജ്, നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കണം. അടുത്ത ക്യാപ്സിക്കം, നമ്മൾ അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കവും ക്യാബേജ്, ക്യാരറ്റ് എല്ലാം വളരെ നൈസായിട്ട് വേണം അരിയേണ്ടത്. കട്ടിയായിട്ട് അരിയാൻ പാടില്ല. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കണേ. ചെറുതായിട്ടൊന്ന് വേഗം നേരം വഴറ്റിയെടുക്കുക. നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഇപ്പോൾ ചേർക്കുന്നില്ല. സ്പ്രിംഗ് ഒനിയൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. നമ്മൾ ഒരുപാട് വേവിച്ച് കളയരുത് വെജിറ്റബിൾ. അടുത്ത നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ഓവറായിട്ട് വേവാതെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും സോസേജും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ടെൻഡർ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സോസേജും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യരുത്. ഒരു പകുതി ഫ്രൈയിലെടുത്താൽ മതി. ബാക്കി നമ്മൾ ഈ പാസ്തയിൽ കിടന്നത് വെന്തോളും. അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യണേ. കുരുമുളക് ആഡ് ചെയ്തതിന് ശേഷം ശകലം ഗരം മസാല കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രുചികരമായ പാസ്തയാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ കുരുമുളകും ആ ഗരം മസാലയൊക്കെ ഒന്ന് അതിനകത്ത് നിന്ന് പിടിക്കുന്നവരെ മിക്സ് ചെയ്ത ശേഷം അടുത്ത നമ്മൾ സോയ സോസാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഡാർക്ക് സോയ സോസോ ലൈറ്റ് സോയ സോസോ ഏത് വേണേൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ലൈറ്റ് സോയ സോസാണ്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ
ചില്ലി സോസ് ചേർക്കാം, ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി സോസും ടൊമാറ്റോ സോസും ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വ്യത്യാസം വരും. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഉപ്പ് ചേർക്കാതെ. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളണം. ഞാൻ ഓൾറെഡി ഉപ്പ് പാസ്തയിലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം, കാരണം സോയ സോസിൽ ഉപ്പുള്ളതാണ്. അത് നമ്മൾ നൂഡിൽസ്, സ്പഗേറ്റി, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗേറ്റി ചേർത്ത് കൊടുക്കുക. ഈ സ്പഗേറ്റി തന്നെ ഒരുപാട് വെറൈറ്റിയിലുണ്ട്. അതായത് സ്പഗേറ്റി ഉണ്ട്, പിന്നെ പെനി പാസ്തയുണ്ട്. ഈ പാസ്ത തന്നെ ഒരുപാട് വെറൈറ്റിയിലുണ്ട്. അതായത് സ്പഗേറ്റി പാസ്തയുണ്ട്, പെനി പാസ്തയുണ്ട്, പിന്നെ ഫെറ്റീസിനി പാസ്തയുണ്ട്, ഫീസില്ലി പാസ്തയുണ്ട്, മക്രോണി പാസ്തയുണ്ട്, കനലോളി പാസ്തയുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് പാസ്തകളുണ്ട്. പക്ഷേ ഈ സ്പഗേറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, കാരണം നൂഡിൽസിൻ്റെ ഒരു സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. നല്ല ആ സോയ സോസും ആ ടൊമാറ്റോ കൊച്ചമുടൊക്കെ എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. 2 സ്പൂൺ ഉപയോഗിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സ്പഗേറ്റി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫുൾ ലെങ്ത് തന്നെ കിട്ടും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു ഫുഡാണ്. നമ്മളിന്നേരം അന്ന് ഡിന്നറിന് ഇതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ആ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ, ബാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ സ്പഗേറ്റി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.